ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് സിപിഎമ്മിന് വലിയ തിരിച്ചടി. സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന് കോടതി. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ടുള്ള വിധിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. പെട്ടെന്നുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമല്ല ഇതെന്നും നടന്നത് ആസൂത്രിത ആക്രമണം ആണ് എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി പറയുന്നു. വാടക കാറുകൾ നശിപ്പിച്ചത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ആകെ 25 പ്രതികളാണ് അറസ്റ്റിലായത്. 3 പേർ നിലവിൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും സൂചനയുണ്ട്. സാരംഗ് വീണ്ടും ചേരുന്നുണ്ട്. സാരംഗ്, ഈ സിപിഎമ്മിൻ്റെ പ്രതിരോധങ്ങളെ അതിനെ രൂക്ഷമായി വിമർശിക്കുകയാണല്ലോ കോടതി. കാരണം അതിൽ രാജ്യത്തിനെതിരെ എന്നുള്ള പ്രയോഗം മാത്രമല്ല, ആസൂത്രിതമായിട്ടുള്ള നീക്കം, ഇങ്ങനെ വളരെ രൂക്ഷമായി തന്നെ കോടതി കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? തീർച്ചയായും. കാരണം ഈ ഒരു ജാമ്യാപേക്ഷ നിരസിച്ചത് അല്ലെങ്കിൽ തള്ളിയത് സ്വാഭാവികമാണ്. കാരണം ജാമ്യം ലഭിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും നിലനിന്നിരുന്നില്ല. അപ്പോൾ പോലും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലായിരുന്നില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവെയാണ്. ഒപ്പം ഈ ഒരു വാടക കാർ നശിപ്പിച്ചത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരില്ല എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു പ്രധാനമായും ഈ ഒരു പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കാരണം ഈ ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളൊരു നീക്കം അത് കേന്ദ്ര ഏജൻസിയാണ്. പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് രാജ്യത്തിനെതിരായ ഒരു കുറ്റകൃത്യമായി തന്നെ കാണണം. ഒപ്പം ഈ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അതായത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന്റെ പുറത്ത് ഉണ്ടായ ഒരു ആക്രമണമല്ല എന്ന കാര്യം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം എല്ലാവിധ ദൃശ്യമാധ്യമങ്ങളിലും ഇതിന്റെ ആക്രമണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ ക്യാമറകളിലും ഇത് കൃത്യമായി ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്ന കാര്യത്തിലും കൃത്യമായ തെളിവുകൾ ഈ ഒരു വാദിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. മാത്രമല്ല ഡ്രൈവർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു, വലിയ രീതിയിലുള്ള നാശനഷ്ടം കാറുകൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പ്രധാനമായും ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ ജാമ്യം നൽകുക എന്ന് പറയുന്നത് ഈ ഒരു അന്വേഷണത്തിനെ കാര്യമായി ബാധിക്കും. കാരണം പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 25 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 300ഓളം പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല പ്രതികളെല്ലാം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ സിപിഎമ്മിൻ്റെ ശക്തമായ പ്രവർത്തകരും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം യാതൊരു വിധത്തിലും നൽകാൻ കഴിയില്ല. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമായും ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റ് പ്രതികൾക്കടക്കം, അതായത് ഇതിൻ്റെ ആക്രമണത്തിലെ പല ഘട്ടങ്ങളിൽ, അതായത് തുടക്കത്തിൽ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടക്കം ആക്രമണം നടത്തിയതും പിന്നീട് ചെറിയ രീതിയിൽ ഈ ഒരു ആക്രമണത്തിന് പിൻപറ്റി നിന്ന പലരും ഈ കേസിൽ ഇനിയും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അവരെല്ലാം ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവരുടെ ജാമ്യാപേക്ഷയും ഇതേപോലെ തന്നെ സ്വാഭാവികമായി തള്ളിപ്പോകാനും കേന്ദ്ര ഏജൻസി ആക്രമിച്ച കേസിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ, അതായത് വധശ്രമത്തിനും ഒപ്പം ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഈ കേസിൽ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിനുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം പോലീസ് നിലവിൽ പ്രതിക്കൂട്ടിലാണ്. കാരണം ആ സമയത്ത് രാവിലെ മുതൽ ആരംഭിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനും പോലീസിന് സാധിച്ചില്ല. ആ പ്രവർത്തകരെ കൃത്യമായി അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിലുള്ള പോലെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തിലേക്കായിരുന്നു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നീക്കം. അതിലും വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ള എന്തിനായാലും ഈ ഒരു ജാമ്യം നിഷേധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമാണ്. കാരണം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ പുരോഗതിയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു നിരീക്ഷണം അടക്കം ഈ ഒരു കേസിൽ വലിയ രീതിയിലുള്ള ഒരു പരിഗണനയ്ക്ക് വരാനും സാധ്യതയുണ്ട്. എന്തിനായാലും മറ്റു പ്രതികളും ഇനിയും 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. റൈറ്റ്. സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് ചേർന്നത്.